കടുവാപ്പേടിയിൽ പാലക്കാട് എടത്തനാട്ടുകര വട്ടമല പ്രദേശം വെള്ളമെടുക്കുന്ന കുഴിക്ക് സമീപത്ത് പ്രദേശവാസികൾ തുടർച്ചയായി കടുവയെ കാണുന്നുണ്ട്. വനം വകുപ്പിനെ വിവരം അറിയിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പരാതി പറയുന്നു. ഒരിടവേളയ്ക്ക് ശേഷം എടത്തനാട്ടുകര വീണ്ടും കടുവ ഭീതിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീടിന് സമീപത്തെ കുഴിയിൽ നിന്നും വെള്ളമെടുക്കാൻ പോയപ്പോഴാണ് വട്ടമല സ്വദേശിനി രുക്മിണി കടുവയെ കണ്ടത്. തലനാരിഴയ്ക്കാണ് കടുവയുടെ മുന്നിൽ നിന്നും രുക്മിണി രക്ഷപ്പെട്ടത്. ഞങ്ങൾ കുടിവെള്ളം എടുക്കാൻ പോയതാണ്. ഒരു 5:30 അതില് ഒരു കുഴിയിൽ നിന്ന് വലിച്ച് രണ്ടാമത്തെ കുഴിക്ക് കയറിയപ്പോൾ ആ കുഴിയിലാണ് കടുവ കിടക്കുന്നത്. രാവിലെയും പോവും വൈകുന്നേരം പോവും. 2 നേരം വലിച്ചാലുള്ള ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടുക. അങ്ങനെ വലിച്ച് അപ്പോഴാണ് ചെന്നപ്പോൾ ഇതിനെ കണ്ടു. അങ്ങനെ ഓടി ഞാൻ രക്ഷപ്പെട്ടു ഓടുന്നു. നിലവിൽ പ്രദേശത്ത് പുറത്തിറങ്ങാൻ പോലും ജനങ്ങൾ ഭയക്കുന്ന സ്ഥിതിയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാൽപ്പാടുകൾ കടുവയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ചവിട്ട് കണ്ടിട്ട് പണിക്കാർ കണ്ടിട്ട് ഈ റബ്ബർ വെട്ടാനൊക്കെ പോണല്ലേ, അപ്പൊ അവരിന്നലെ പറഞ്ഞായിരുന്നു. പിന്നെ ആരോ വിളിച്ച് ഫോറസ്റ്റ് ഓഫീസിൽ അറിയിച്ചായിരുന്നു. അവരിന്നലെ ഒരു ഉച്ചയിടം പോകുന്ന ചവിട്ടൊക്കെ കണ്ടതാണ് കുട്ടികളൊക്കെ നോക്കൊണ്ടെന്ന് പറഞ്ഞ് പോയി. പിന്നെ ഞങ്ങളെ വീട്ടുകാർ ഞാൻ ഈ കുട്ടികളെ നോക്കി ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ വീട്ടുകാർ വെള്ളം വലിക്കാൻ പോയത് പുലിയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുന്ന് ആരോ വിളിച്ച് ഫോറസ്റ്റുകാർ നമ്മളെ മണ്ണാർക്കാടുന്ന വന്ന് കണ്ട് നല്ല ചെറുക്കന്മാർ വന്നു. ഒരു ദിവസം വന്നു. അതന്നെ അവര് ഇനി എന്ത് വേണം ചെയ്യുക. പേരസിന്റെ വർക്കാവുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഓടി വരാനും പറ്റൂല. ഇതിന്റെ സാന്നിധ്യം കുറെ ആയിട്ടുണ്ട്. 2 വർഷം മുമ്പും പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നിരവധി വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെയാണ് അന്ന് കടുവ ആക്രമിച്ചു കൊന്നത്. എത്രയും വേഗം കടുവയെ കൂടുവെച്ച് പിടികൂടുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജനം, പാലക്കാട്.